ആ എടാ ദാ ഇവര് നമ്മുടെ വിരുന്നുകാരാ. ഇത് സത്യ വക്കീല, ഇത് പുള്ളിക്കാരന്റെ കെട്ടിയോള്. പേര് എന്നതാ മോളെ പറഞ്ഞേ? മായ. ആ മായ. അതെ, ഞങ്ങള് ചന്തേന്ന് വരുന്ന വഴിക്ക് കണ്ടതാ. ഇവരുടെ വണ്ടി ഏതാണ്ട് ഏനക്കാടായിട്ട് റോട്ടിൽ കിടക്കുക. നീ ഒന്ന് നോക്കിക്കേ. വാ. നമ്മളെ കയറി വരുന്ന വളവിലൊരു സ്ലാബ് പൊട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നോക്ക് വേണോ? ഞാൻ എടുത്തു തരാം. അയ്യോ, ഇതെന്തോ ഈ കയ്യേല്? എന്നാ പറ്റിയതാ? അല്ല, ഈ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പം ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അപ്പൊ എന്തോ ചെയ്യാനൊരു ധൈര്യം തോന്നി. ആത്മഹത്യ ചെയ്യാൻ ഒരു നിമിഷത്തെ ധൈര്യം മതി മോളെ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നേരിടുമെന്ന് തീരുമാനിക്കുന്നതിലാണ് ചങ്കൂറ്റം. വെറുതെ ഉപദേശിക്കാൻ ആർക്കും പറ്റും. ആ സിറ്റുവേഷനിൽ പെട്ടാലേ അറിയൂ അതിന്റെ വിഷമം. മായ, I'm sorry. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചതാ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന്. കല്യാണത്തിന് മുമ്പ് നാട്ടിൽ എനിക്കൊരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ട്യൂഷൻ എടുത്തിരുന്ന സാറാ. ഓ, അപ്പച്ചൻ അറിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പുകയില്. ആ പുള്ളിക്കാരന് നായരായിരുന്നു. ഈ കഥയൊക്കെ കേട്ടിട്ടും ചാർലി ചായൻ എന്നെ കെട്ടാമെന്ന് പറഞ്ഞു. ആ സാറിനെ നാട്ടിൽ നിന്ന് തല്ലി ഓടിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കല്യാണവും നടന്നു. പ്രേമനൈരാശ്യവും പോരാത്തതിന് അപ്പച്ചനോടുള്ള വാശിയും എല്ലാം കൂടെ ആദ്യ രാത്രി തന്നെ ആത്മഹത്യ ചെയ്യാൻ ഞാനങ്ങ് തീരുമാനിച്ചു. വിഷം കഴിക്കണോ തൂങ്ങിച്ചാവണോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ദാണ്ടെ ചാർലി ചായൻ അകത്തോട്ട് ഇഞ്ഞ് കയറി വരുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ച് വിറച്ചു പോയി കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് വന്നേച്ചും പറയുവാ, ത്രേസ്യക്കുട്ടി പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാനുണ്ട്. 45 കൊല്ലമായി കളിയും ചിരിയും കണ്ണീരും വഴക്കും ഒക്കെ ഉണ്ടായി. എന്നാലും അത് ഞാൻ തന്ന വാക്ക് പാലിച്ചു. എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. ചാർലി ചായനേക്കാൾ കൂടുതൽ ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റത്തേയില്ല. അന്ന് ഞാൻ ചെയ്യാൻ പോയ മണ്ടത്തരം ഓർക്കുമ്പോഴേ ഇപ്പോഴും എനിക്കങ്ങ് ചിരി വരും. ഇന്നേ വരെ ഇച്ചായനോട് ഞാൻ ഈ കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. അയ്യോ, ഞാൻ എൻ്റെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ലയോ? ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം. നിങ്ങളെ ഇവിടൊക്കെ നടന്നൊന്ന് കണ്ടേച്ചും എന്താ?